ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ അവയെ നടപ്പാക്കാൻ ഊർജമില്ലേ? നാളെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ നാളെ ഒരിക്കലും വരുന്നില്ല. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ തുടങ്ങാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പുസ്തകം എഴുതണം, ശരീരം ആരോഗ്യമാക്കണം, പുതിയത് പഠിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ പകരം ഫോൺ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ TV കാണും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ മടിയനായതുകൊണ്ടല്ല. നിങ്ങളുടെ തലച്ചോറ് വലിയ കാര്യങ്ങൾ പേടിക്കുന്നു. ബുദ്ധിമുട്ട് കാണുമ്പോൾ തലച്ചോറ് പറയുന്നു, ചെയ്യാൻ എളുപ്പമുള്ള മറ്റൊന്നിനെ നോക്കാം. പക്ഷേ ഗുഡ് ന്യൂസ്, മടുപ്പ് നിങ്ങളുടെ സ്വഭാവമല്ല, ഇത് ഒരു ശീലം മാത്രമാണ്. ശീലങ്ങൾ മാറ്റാൻ പറ്റും. സ്റ്റെപ്പ് 1. ചെറിയതായി തുടങ്ങുക. വലിയ കാര്യങ്ങൾ പേടിപ്പിക്കും, അതുകൊണ്ട് അവ ചെറുതാക്കുക. ഒരു പുസ്തകം എഴുതണമെങ്കിൽ 200 പേജ് എഴുതണം എന്ന് വിചാരിക്കേണ്ട. ഇന്ന് ഒരു വാചകം മാത്രം എഴുതുക. ചെറിയ വിജയം മനസ്സിനെ സന്തോഷിപ്പിക്കും. ഒരു മല കയറുന്നത് പോലെ, ഒരു ചുവടും പിന്നെ മറ്റൊന്ന്. അവ ചേർത്ത് നോക്കൂ, ഒരു ദിവസം നിങ്ങൾ മുകളിലെത്തും. സ്റ്റെപ്പ് 2. എളുപ്പമായ ശീലങ്ങൾ ഉണ്ടാക്കുക. വിൽ പവർ മാത്രം ആശ്രയിക്കേണ്ട. വിൽ പവർ തീർന്നു പോകും, പക്ഷേ ശീലങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കും. ഉദാഹരണം, വ്യായാമം ചെയ്യണമെങ്കിൽ കിടക്കയ്ക്ക് സമീപം ഷൂസ് വെക്കുക. കാലത്ത് എഴുന്നേറ്റാൽ തുടങ്ങാൻ എളുപ്പമാകും. ചെറുശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം. സ്റ്റെപ്പ് 3. 2-minute law. സ്റ്റാർട്ടിംഗ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുക, ഞാൻ വെറും 2 മിനിറ്റ് മാത്രം ചെയ്യും. പുസ്തകം വായിക്കണമെങ്കിൽ 1 പേജ് മാത്രം വായിക്കുക. റൂം വൃത്തിയാക്കണമെങ്കിൽ ഒരു കോണിൽ നിന്ന് തുടങ്ങുക. ആദ്യത്തെ 2 മിനിറ്റ് കഴിഞ്ഞാൽ മുൻപോട്ട് പോകുന്നത് എളുപ്പമാകും. ബോണസ് ടിപ്പ്: തുടങ്ങിയത് ആഘോഷിക്കുക. നിങ്ങൾ 2 മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അത് തുടങ്ങുന്നതിനെ സന്തോഷകരമാക്കും. സത്യം എന്താണെന്ന് നോക്കൂ, നിങ്ങൾ ആരാധിക്കുന്നവർ, അവരും ചെറിയതായി തന്നെയാണ് തുടങ്ങിയത്. അവരും പോരാടിയിട്ടുണ്ട്, പക്ഷെ അവർ തുടർന്നു. നിങ്ങൾ പെർഫെക്റ്റ് ആവേണ്ട, നിങ്ങൾ തുടങ്ങുക മാത്രം മതി. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ ചെറിയൊരു തീപ്പൊരി മാത്രമാണ്. ഓരോ ചെറിയ പ്രവൃത്തിയും ഇന്ധനമാണ്. അത് ചേർത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം അത് വലിയ തീയായി മാറും.